ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ക്യാപ്സിക്കം മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും എല്ലാം നന്നായിരിക്കും. അതിന് ഒരു കടായി എടുത്ത് അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അതിലേക്ക് ഒരു സവോള, 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 അണ്ടിപ്പരിപ്പ്, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ കസകസയാണ് ഇട്ടത്, പോപ്പി സീഡ്സ് എന്നാണ് പറയണത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ എള്ളും കുറച്ച് ഉപ്പും ഇട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് ലൈറ്റ് ബ്രൗൺ കളർ ആയിക്കോളും. ഇനി ഇതിനെ തണുത്ത ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് ഒരു ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തണുത്ത ശേഷം മാത്രം നമ്മൾ മിക്സി ജാറിലേക്കിട്ട് ഫൈനായി അരയ്ക്കണം. വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കാം. ഒരു കടായിൽ വീണ്ടും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ ജീരകം പൊട്ടിക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ച അരപ്പം 1-2 ടേബിൾ സ്പൂൺ മിക്സി ജാർ കഴുകിയ വെള്ളം ഒഴിച്ച് ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വെള്ളമെല്ലാം വറ്റി അരപ്പിൻ്റെ പച്ചമണം എല്ലാം മാറുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കണം. പച്ചമണം എല്ലാം മാറി വന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസസ് ആക്കി മുറിച്ചത് ഇടാം. എന്നിട്ട് ഈ തക്കാളി വേവുന്നത് വരെ ഇന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി വെന്ത ശേഷം നമുക്ക് ഇതിലേക്ക് 2 ക്യാപ്സിക്കം എടുത്ത് ചെറുതായി മുറിച്ചതിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയൊക്കെ അങ്ങ് ക്യാപ്സിക്കമിൽ പൊതിഞ്ഞ് വരണം. ക്യാപ്സിക്കം വേവാൻ പിന്നെ അധിക നേരമൊന്നും വേണ്ടല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കുക. നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ ആവശ്യം അത്ര ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച ശേഷം ഒന്ന് ഇളക്കണം. ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ക്യാപ്സിക്കം ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിത്തഴ ചെറുതായി മുറിച്ചതിട്ട് ഫ്ലെയിമും ഓഫ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി കഴിക്കാൻ പോകുമ്പോൾ എടുത്താൽ മതി. അപ്പോഴേക്കും ഗ്രേവി ഒന്നുകൂടെ തിക്കാവും. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണണേ കൂട്ടുകാരെ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചൂടാറിയിട്ടൊന്നുമില്ല. നമുക്കിതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്. ഗ്രേവിയുടെ തിക്നെസ് കണ്ടോ, നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ ചോറിനോ എന്തിനാണെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് കുറച്ച് തക്കാളിയും ക്യാപ്സിക്കവും കുറച്ച് മല്ലിത്തഴ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ക്യാപ്സിക്കം മസാല നല്ല ഭംഗിയില്ലേ? കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നമുക്കിതിനെ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഡിന്നറാണെന്ന് ചപ്പാത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ മസാലക്കറി ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.